കേരളത്തിന്റെ ജനപ്രിയ വണ്ടികളിൽ ഒരെണ്ണമായ അമൃത എക്സ്പ്രസ്സിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലാണ്. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് നമ്മൾ ഇനി രാമേശ്വരത്തേക്ക് പോകുന്ന പ്രൊപ്പോസ് ചെയ്ത നമ്മുടെ അമൃത എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ അമൃത എക്സ്പ്രസ്സിലെ ഒരു സ്ലീപ്പർ ക്ലാസ് വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് ഓൺ ടൈം വന്ന് കയറിയ നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ കാണുന്നത് കേട്ടോ. ആലപ്പുഴ വഴി വീക്കിലി ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിവിടെ യാത്ര അവസാനിപ്പിച്ചു. നമ്മുടെ അമൃത മിക്കവാറും 2 തോന്നുന്നില്ല, 3 നേത്രാവതി കിടപ്പുണ്ട്, 4 മിക്കവാറും അമൃത വരുന്നത്. അമൃതയുടെ റേക്ക് എതിരായിട്ട് വന്നിട്ടില്ല കേട്ടോ. അത് യാർഡിന് അവരെടുത്തോണ്ട് വന്നിട്ടില്ല. അമൃത എക്സ്പ്രസിന്റെ റേക്ക് വേണ്ട ഒരു യാർഡിന്ന് എനിക്ക് ഇപ്പൊ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരും. മിക്കവാറും അമൃത എക്സ്പ്രസിന് പോകേണ്ട ലോക്കോ ആയിരിക്കാം പോകുന്നത്. നോക്കാം അത് തന്നെയാണോ. നല്ല കിടുക്ക് ലോക്കോ അല്ല, നല്ല ക്ലീൻ അടിപൊളി ലോക്കോ. WP7 ലാലാഗുഡയുടെ ഇത് തന്നെയായിരിക്കും മിക്കവാറും നമ്മുടെ അമൃതേനെ നയിക്കുന്നത് മധുര വരെ. അപ്പം അമൃതയുടെ റേക്ക് കൊണ്ടുവന്നിട്ടില്ല. അവർ പ്ലാറ്റ്ഫോമിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ലോക്കോ ഇട്ടു. ലാസ്റ്റ് മിനിറ്റ് ജസ്റ്റ് ഈ ലോക്കോ അല്ലാട്ടോ നമ്മുടെ അമൃതയുടെ ലോക്കോ. ആ കിടക്കുന്ന ലോക്കോ അവിടെ ഒരു കരിഞ്ഞ ഒരു ഈറോഡിന്റെ WP7 കിടപ്പുണ്ട്, ഓണാക്കി കണ്ടോ. ആ ലോക്കോ ആണ് നമ്മുടെ അമൃതയുടെ ലോക്കോ. ഒരു പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്ത 4. ഈ വണ്ടി റിവേഴ്സ് വരുമ്പോ കേൾക്കുന്ന ഈ ഒരു സൗണ്ട് കേട്ടോ, ഒരു അലാം സൗണ്ട് പോലെ. കണ്ട ജനറലിൽ കയറി സീറ്റ് പിടിക്കാനുള്ള ആൾക്കാരെ കാണുന്നത്. എനിക്ക് വണ്ടി നിർത്തി അവിടെ ചാടി കയറും എല്ലാവരും. നല്ല സെറ്റ് നെയിം ബോർഡ് നോക്കി, അമൃത എക്സ്പ്രസ് എന്ന് പറഞ്ഞ നല്ല കിടില നെയിം ബോർഡ്. ഈറോഡ് ഷെഡിന്റെ 30,555 ഒരു WP7 ലോക്കോ ആണ്. ഇരുട്ടാണ്, അവിടെ ഒന്നും കാണാത്ത ആ ലോക്കോ ആണ് നമ്മുടെ അമൃത എക്സ്പ്രസിനെ മധുര വരെ നയിക്കുന്നത് കേട്ടോ. ഇപ്പൊ ലോക്കോ അവിടെ കപ്ലിംഗ് ഒക്കെ ചെയ്യാൻ പോവാണ്. ലോക്കോ കപ്പിൾ ചെയ്തിട്ട് 8:30 നമ്മുടെ അമൃത ഇവിടുന്ന് വിടുന്നത്. WP7 ലോക്കോ ആണ്. നല്ല ജെറ്റ് പോലെ പൊക്കമുള്ള സാധനം, നല്ല അടിപൊളി ലോക്കോ അല്ലേ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്ലീപ്പർ കോച്ച് ഏറ്റവും ഫ്രണ്ടിലാണ്. ഭാവിയില് പാമ്പം പാലം വഴി കടന്നു പോകേണ്ട അമൃത എക്സ്പ്രസിനാണ് നമ്മളിപ്പോ കയറാൻ വന്നത്. പാമ്പം പാലം വഴി കടന്നു പോയാൽ മതി. നമ്മുടെ നല്ല നീറ്റ് കോച്ചാണ്. 2012 വീടൊരു സെറ്റ് കോച്ചാണ് കേട്ടോ. ഏറ്റവും ഫ്രണ്ടിലാണ്. മുന്നിൽ SLR ജനറൽ സ്ലീപ്പർ കോച്ച് തുറന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോച്ച്, നല്ല കിടലും ക്ലീൻ കോച്ച്. നോക്കി സെറ്റ്. ഇതാണ് നമ്മുടെ ബർത്ത് കിട്ടിയിരിക്കുന്ന സൈഡ് അപ്പറാണ്, നടുക്ക് ഇവിടെ ആയിട്ട്. ആദ്യം ഇവിടെ തുടങ്ങി രാജറാണിയായിട്ട് ലിങ്ക് ആയിട്ട് പാലക്കാട് വരെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് പൊള്ളാച്ചി, പിന്നെ അവിടെ നിന്ന് ഇപ്പം മധുര വരെ ഓടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് രാമേശ്വരത്തേക്ക് എക്സ്റ്റൻഷൻ ആയ വണ്ടിയാണ് ഈ അമൃത എന്ന് പറയുന്നത്. രാമേശ്വരം വരെ ഓടാൻ തുടങ്ങിയാൽ ഇത് മറ്റേ ചെന്നൈക്കുമോ രാമേശ്വരം ബോട്ട് മെയിൽ ഉണ്ടല്ലോ, ആ ബോട്ട് മെയിലായിട്ട് റേക്ക് ഷെയറിംഗ് വരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓടാൻ തുടങ്ങിയ ആ ബോട്ട് മെയിൽ എക്സ്പ്രസ് ആയിട്ട് ഈ ഒരു വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് വരും. ഇത് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. പെട്ടെന്ന് ഞാൻ ഈ പോകുന്നതെല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്ത കേട്ടോ. നമ്മൾ പാലരുവിക്ക് തൂത്തുക്കുടിയിൽ നിന്ന് കയറി പാലക്കാടൊക്കെ പോകുന്നുണ്ട് ഈ ട്രിപ്പിൽ. അപ്പോൾ ഇത് ഇന്നലെ തക്കാലം എടുത്താട്ടോ. വെറുതെ ഞാൻ നോക്കിയപ്പോൾ ചുമ്മാ നോക്കിയതാ. 11:05 തക്കാല് നോക്കിയപ്പോൾ 74 സീറ്റ് കിടപ്പുണ്ട് അമൃതയ്ക്ക്. അതും ട്രിവാൻഡ്രം ടു മധുര. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് നോക്കിയപ്പോൾ സൈഡ് അപ്പുറം കിട്ടി, S1 നടുക്ക് കിട്ടി. എന്തോ ഭാഗ്യത്തിൽ നടുക്ക് കിട്ടി. ട്രിവാൻഡ്രം ഡിവിഷന്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടതാണ്. നല്ല ഉള്ളതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിവിഷനാണ് ഈ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് വണ്ടികൾ നമ്മൾ അതിൻ്റെ ക്ലീൻനെസ് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ യാത്ര നമ്മൾ പോകുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ നിന്ന് നേരെ ഇതിന് കയറി മധുരയ്ക്ക് പോകും. ഇതിന് N2 പോയിട്ടില്ലായിരുന്നു. നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ ഇതിന് കയറി പൊള്ളാച്ചിക്ക് പോയായിരുന്നു. അപ്പോൾ N2 ആദ്യമായിട്ടാണ്. മധുരയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് മധുരയിൽ നമ്മൾ തൂത്തുക്കുടി പോകും. 2 വണ്ടി മാറിക്കയറിയ തൂത്തുക്കുടി പോകുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞാൽ തൂത്തുക്കുടിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പാലരുവിക്കുക. അങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു ഷോർട്ട് ട്രിപ്പാണ്. ഞാനിവിടെ ഇരിക്കാൻ പറ്റുന്ന നാറ്റം കാരണം വന്ന് നോക്കിയപ്പോൾ അത് ഏതാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിവേക് എൻ്റെ പൊന്നെ, അയ്യോ ഇവിടെയൊക്കെ നിൽക്കാൻ വയ്യ. ഞാൻ ഒരു കണക്കിലവിടേക്ക് നാറിയിട്ട് വയ്യ, അമ്മാതിരി നാറ്റം. ഈ സമയത്ത് 2 മധുര വണ്ടിയുണ്ട്. ഒന്ന് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിൽ പോകുന്നതും അത് പുനലൂർ മധുര, പിന്നെ അത് 8:30 ഇവിടെ എത്തും. പിന്നെ ഒന്ന് ഏറ്റവും ലോങ്ങസ്റ്റ് റൂട്ടിൽ പോകുന്നത് നമ്മൾ അമൃത എക്സ്പ്രസ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ മധുരയ്ക്ക്. നമ്മളിങ്ങനെ കറങ്ങിയല്ലേ പോകുന്നത്. ഈ ട്രിവാൻഡ്രം ഡിവിഷൻ്റെ മോശം മെയിൻ്റനൻസ് ഞാൻ കണ്ടത് ആ മത്സ്യഗന്ധ എക്സ്പ്രസ്സാണ്. ഈ അമൃതയുടെ ഒക്കെ പിന്നെയും കൊള്ളാം, നല്ല അടിപൊളി റേക്ക്. 5 മിനിറ്റ് ലേറ്റായിട്ട് നമ്മുടെ അമൃത കിടന്ന് പുറപ്പെട്ടു കേട്ടോ. 8:35 ആയപ്പോഴാണ് നമ്മൾ പുറപ്പെടുന്നത്. അപ്പുറത്ത് നമ്മുടെ മംഗലാപുരം എക്സ്പ്രസിൻ്റെ ലോക്കമാണ് കിടക്കുന്നത്. നമ്മുടെ അമൃതയുടെ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കഴക്കൂട്ടാണ് കേട്ടോ. അമൃതയ്ക്ക് വലിയ സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. ഈ മറ്റേ മാവേലി മലബാറിനൊക്കെ പറയുന്നവരെ അധികം സ്റ്റോപ്പൊന്നുമില്ല അമൃതയ്ക്ക്. അമൃതേനെ ഞങ്ങൾ റെയിൽ ഫാൻസ് വിളിക്കുന്ന അമ്മൂന്ന് കേട്ടോ. അമ്മൂ അങ്ങനെ കുറേ ഇരട്ടപ്പേരൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. ഇതിന് മൊത്തത്തിൽ 14 സ്ലീപ്പർ ഉണ്ട് കേട്ടോ. ആകെ AC കോച്ച് 3 ഉള്ളൂ. ബാക്കിയെല്ലാം നോൺ AC സ്ലീപ്പറാണ് കൂടുതലും.
വെച്ചടിക്കലാണ്, നല്ല ഗീച്ച വട്ടനല്ല സ്പീഡ്. അതുകൊണ്ട് WP7 കൂടെ ആയതുകൊണ്ട് പറയണ്ട. ഫസ്റ്റ് സ്റ്റോപ്പ് കഴക്കൂട്ട് എത്തി. കഴക്കൂട്ടെത്തി നമ്മൾ ഒരു 5 മിനിറ്റ് ഡിലേ ആണ് ഇപ്പോഴും. ഡിലേ ഒന്നും ചെയ്തൊന്നും ഇല്ല കേട്ടോ. കഴക്കൂട്ടം, ഇനി അടുത്ത് വർക്കല, കൊല്ലം. വണ്ടി വന്ന് നിർത്തുന്ന പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ പച്ച കൊടുത്തിട്ടേക്കുക. എന്തിനുള്ള ആൾക്കാർ കയറി ഗാർഡ് പറഞ്ഞാൽ നേരെ അടിച്ച് വിട്ടോളാം. നമ്മുടെ അമൃതയുടെ രണ്ടാമത്തെ സ്റ്റോപ്പായ വർക്കല ശിവഗിരി നമ്മൾ എത്തി കേട്ടോ. ഇവിടെ എത്തുന്നതും വെറും 4 മിനിറ്റ് ഡിലേ ഉള്ളൂ. ഈ വർക്കലയിലെ പ്ലാറ്റ്ഫോമിൽ വന്ന് കയറുന്ന സ്പീഡ് ഭയങ്കര കുറവാട്ടോ. കാരണം ഇത് ലൂട്ട് ട്രാക്കാണ്, മെയിൻ ട്രാക്ക് അല്ല. ഇപ്പോൾ ലൂട്ട് ട്രാക്കിലേക്ക് ഇവിടെ നിന്ന് കയറുന്ന സ്പീഡ് എനിക്കൊന്ന് 15 kmph എന്തോ. അതാണ് ഇത്രയും പയ്യെ വന്ന് കയറുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് പളനിയിലേക്കുള്ള ഡയറക്റ്റ് വണ്ടിയാണ്. എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ പളനി അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഈ വണ്ടിയിൽ കയറും. നമ്മുടെ കൊച്ചിൻ്റെ ഏറ്റവും മുന്നിലാണ് ജനറൽ. അപ്പോൾ ഈ ജനറലിൽ കയറാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ കയറാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ വർക്കലയിൽ നിന്ന് കുറേ തമിഴരായിട്ടുള്ള ആൾക്കാരും കയറുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ. സെയിം ഡിലേ വെച്ച് നമ്മളാണ്ട് കൊല്ലത്ത് എത്തി കേട്ടോ. നല്ല കിടില റണ്ണാണ് കേട്ടോ. എങ്ങും അങ്ങനെ പിടിക്കുന്നില്ല. നല്ല അടിപൊളി കോച്ചും നല്ല അടിപൊളി റണ്ണും. ഇഷ്ടംപോലെ ആൾക്കാർ അമൃതയിൽ ഇവിടെ കയറാനിപ്പുണ്ട് കേട്ടോ. ഇതിന് മുന്നിൽ ഒരു ജനറലേ ഉള്ളൂ, പുറകിൽ 2 ജനറലുണ്ട്. ഇപ്പോൾ പുറകിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത്. കൊല്ലം കഴിഞ്ഞ പിന്നെ കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം, എടപ്പള്ളി, അങ്ങനെ കിടക്കുന്നുണ്ട് സ്റ്റോപ്പ്. ഇവിടെ ശാസ്താംകോട്ട പയ്യെ സ്കിപ്പ് ചെയ്യും. ഇവിടെ കുറേ ദിവസം ഇപ്പം വർക്ക് കിടക്കുന്നതുകൊണ്ടേ ശാസ്താംകോട്ട സ്കിപ്പ് ചെയ്യുന്ന ഒരു 30 kmph. അതാണ് ഇങ്ങനെ പയ്യെ പോകുന്നത്. ഈ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ നടക്കുമ്പോഴായിരിക്കും ഈ ഒരു സ്പീഡിൽ പയ്യെ ഇങ്ങനെ ട്രെയിൻ പോകുന്നത്. അല്ലാണ്ട് ചുമ്മാ ലോക്കപ്പയിലിട്ട് ഉരുട്ടുമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളാരും വിചാരിക്കണ്ട. നമ്മൾ രാത്രി 10:30 ആയപ്പോഴാണ് ഇവിടെ കായംകുളം എത്തി. ഈ എറണാകുളം, കോട്ടയം ഭാഗത്തൊക്കെ നല്ല മഴയാട്ടോ. മഴ കാരണമുണ്ടോ വണ്ടിക്കകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും കിടന്ന്. കാരണം എല്ലാവരും രാവിലെ പാലക്കാടൊക്കെ ഇറങ്ങേണ്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പാലക്കാട്, കൊല്ലങ്കോട്. അപ്പോൾ ഞാനും കിടക്കട്ടെ. എവിടെയെങ്കിലും വെച്ച് എണീക്കുകയാണ് എന്തെങ്കിലും കാണിച്ചു തരാം. ഇത് പിന്നെ പാലക്കാട് വെച്ച് ലോക്കോ റിവേഴ്സലുണ്ട്. അതൊരു 3:45-4 മണിയാകുമ്പോൾ എത്തും. നമ്മളിവിടെ മാവേലിക്കലെത്തിയപ്പോൾ ഇവിടെ ഒരു നട്ടപ്പാലയ്ക്ക് ഇടുന്നൊരു കൊല്ലർനാളം മെമ്മു ഉണ്ട്. അതിൻ്റെ ഇവിടെ ഓട്ടോയ്ക്ക് അടിക്കുക. അത് കൊള്ളാമല്ലോ, അതേ കൊള്ളാം. അപ്പോൾ മെമ്മുനെ നമ്മൾ ഓട്ടോയ്ക്ക് അടിക്കുക മാവേലിക്കൽ വെച്ചിട്ട്. ഈ മാവേലിക്കലിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വണ്ടികളൊക്കെ കയറുന്നത് ഭയങ്കര ചുരുക്കമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓട്ടോയ്ക്ക് ഉണ്ടല്ലേ കയറത്തുള്ളൂ. ഉറക്കം എണീറ്റപ്പോഴേ നമ്മൾ കണ്ട് പൊള്ളാച്ചിയിൽ ബിഫോർ ടൈം വന്ന് കിടക്കുക. കണ്ടാ പൊള്ളാച്ചി സ്റ്റേഷൻ കണ്ടാ. പൊള്ളാച്ചിയിൽ 5:30 ആയപ്പോഴാണ് വന്ന് കിടന്നത്. ഇനി 5:40 ഇവിടെ നിന്ന് പുറപ്പെടത്തുള്ളൂ. വണ്ടി ഓൾമോസ്റ്റ് കാലിയാണ് കേട്ടോ. ആരുമില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പൊള്ളാച്ചിയൊക്കെ പാലക്കാട് ഡിവിഷനിൽ വരുന്ന സ്റ്റേഷനാണ് കേട്ടോ. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഡയറക്റ്റും പോകാൻ പറ്റും, പിന്നെ പാലക്കാട്ടേക്കും പോകാൻ പറ്റും. അങ്ങനെ 2 ലൈനുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. നമ്മുടെ അമൃതയുടെ ഇനി അടുത്ത സ്റ്റോപ്പ് ഉദുമൽപേട്ടയിലാണ്. ഒരു അരമണിക്കൂറുണ്ട് ഇവിടെ നിന്ന് ഉദുമൽപേട്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. 5:45 ഉള്ളൂ. വണ്ടി പക്ക ഓൺ ടൈം കേട്ടോ. നമ്മളീ പോകുന്ന റൂട്ടൊക്കെ ഇലക്ട്രിഫൈഡ് ആയിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. ഈ പാലക്കാട് ഈ അമൃത എക്സ്പ്രസ്സിന് ഡീസൽ ലോക്കോ കൊടുത്തോണ്ടിരുന്നത്. ആൽക്കോ ലോക്കോമോട്ടീവ് ഒക്കെയാണ് ഈ അമൃതയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കുറേ അടിപൊളി പിക്കൊക്കെ ഞാൻ എടുത്തിട്ടില്ല, വേറെ കുറേ ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു ഈ റൂട്ട്. ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷനൊക്കെ ആയ പിന്നെ ഈ റൂട്ടിലെ ഭംഗിയൊക്കെ പോയി.
പൊള്ളാച്ചി കഴിഞ്ഞിട്ട് ഉദുമൽപേട്ട ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നല്ല അടിപൊളി കാഴ്ചകളായിട്ടോ. ഇപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അധികം കാണാൻ പറ്റുന്നില്ല നമുക്ക്. അന്ന് ഞാൻ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിന് പോയപ്പോൾ നല്ല അടിപൊളി സീനായിരുന്നു. മറ്റേ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിനൊക്കെ ഈ റൂട്ട് വന്ന് നല്ല കിടിലൻ സീൻ കാണാൻ പറ്റും. ആവാറായപ്പോഴാണ് കുറച്ചെങ്കിലും വെട്ടം വന്ന് തുടങ്ങിയ കേട്ടോ. നമ്മളങ്ങനെ ഉദുമൽപേട്ട സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കാം. പുറത്ത് നല്ല തണുപ്പാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ നല്ല മഴയാണ്, പുറത്ത് നല്ല തണുപ്പുമുണ്ട്. ഉദുമലൈപേട്ട എന്നാണ് പറയുന്നത് കേട്ടോ. ഉദുമൽപേട്ട എന്നും പറയും, ഉദുമലൈപേട്ട എന്നും പറയും. ഇവിടെ ഉദുമൽപേട്ട എത്തിയപ്പോൾ എനിക്ക് നല്ല അടിപൊളി ചായ കിട്ടി, പിന്നെ രണ്ട് ചൂട് സമോസയും കിട്ടി. ഈ ഭാഗമൊക്കെ സിംഗിൾ ലൈൻ ആട്ടോ, അധികം ട്രാഫിക് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഏതൊരു സ്റ്റേഷൻ്റെ പുറത്തുണ്ടെങ്കിൽ ഇട്ടേക്കുക. കുറച്ച് നേരമായി. നല്ല ഭംഗിയുണ്ട് സിംഗിൾ ലൈൻ ആയാലും കാണാൻ വേണ്ടി കേട്ടാ. അടിപൊളിയല്ലേ. ഇത് സ്ഥലം പുഷ്പത്തൂർ എന്നൊരു റെയിൽവേ സ്റ്റേഷനെ ഹോം സിക്കിലേക്ക് കൊണ്ട് പിടിച്ചിട്ടേക്കുക. എനിക്ക് തോന്നുന്നു ക്രോസിങ് എന്തോന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ വേറെ മെട്രിക്ക് നോക്കിയിട്ട് ക്രോസിങ് ഒന്നും കാണിക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല. നമ്മളങ്ങനെ പളനി എത്താറായിട്ടുണ്ട് കേട്ടോ. പളനി എത്താറാകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് പളനി അമ്പലം കാണാൻ പറ്റും അങ്ങ് ദൂരെ. അപ്പോൾ സമയം ഇപ്പം 7 മണിയാവുന്നു. ഇനിയിപ്പോൾ ഈ വണ്ടിയിൽ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങും, കാരണം പളനി അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങും. നമ്മളങ്ങനെ പളനി എത്തി കേട്ടോ. വളരെ പയ്യാണ് കേട്ടോ പളനി പ്ലാറ്റ്ഫോമിൽ വന്ന് കയറുന്നത്. ഭയങ്കര സ്ലോയിലാണ്. ഇതിനകത്ത് കുറേ ആൾക്കാരൊക്കെ പാട്ട് വെച്ച് ബ്ലൂടൂത്തിൽ പാട്ടും വെച്ച് ഇരിക്കുകയായിരുന്നു. ഇവിടെ പളനി സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ഒരു RPF ഒരു മേഡം വന്നിട്ട് ഓടിച്ചു വിട്ട് എന്തോ സോക്കേടൊക്കെയാന്ന് നോക്കി. ട്രെയിനിൽ ദയവ് ചെയ്ത് ആരും അങ്ങനെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ വെച്ച് പാട്ടൊന്നും വെക്കരുത്. അത് പബ്ലിക് ന്യൂസൻസ് ആണ്, എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അത് കംപ്ലൈൻറ്റ് ചെയ്താൽ അവർ പെടും. അതുകൊണ്ട് ദയവേത് അങ്ങനെ ആരും ചെയ്യരുത്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പളനി അമ്പലം കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണാം. ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ പളനി ക്ഷേത്രത്തിൽ പോയിട്ടില്ല, അല്ലാതെയാണ് പോയിട്ടുള്ളത്. ഇവിടെ ട്രെയിനിൽ ഇറങ്ങി പോയിട്ടില്ല ഇതുവരെയായിട്ടും. ഇവിടെ കഴിക്കാൻ രാവിലെ ഭക്ഷണം കിട്ടും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ഇഡ്ഡലി, വട, പൊങ്കൽ, ചായ എന്നൊക്കെ പറഞ്ഞ് കുറേ അണ്ണന്മാരെ നടപ്പുണ്ട് ഇവിടെ. അവിടെ എനിക്കൊന്ന് ക്രോസിങ് ആണോ എന്നൊരു സംശയമുണ്ട്, കാരണം വണ്ടി ഇതുവരെ എടുത്തിട്ടില്ല. 10 മിനിറ്റായി. നിങ്ങൾക്ക് പളനി അമ്പലത്തിലൊക്കെ പോകാനാണെങ്കിൽ ഈ വണ്ടിക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സുഖമായിട്ട് തിരിച്ചു പോകാം. രാവിലെ ഒരു 6:42 ഇത് പളനി എത്തും. എന്നിട്ട് ഇവിടെ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഒന്ന് കറങ്ങി അടിച്ച് വരുമ്പോഴേക്കും ഇത് മധുരയും തിരിച്ച് വൈകിട്ട് വരും. വൈകിട്ട് ഒരു 6 മണി 5:57 റേഞ്ചിൽ ഇതിവിടെ എത്തും. വൈകിട്ട് അമൃത എക്സ്പ്രസ് പളനിയിലെത്തും 5:57 വൈകിട്ട്. ഇനി കയറിയാൽ വെളുപ്പിനെ തിരുവനന്തപുരം എത്തുകയും ചെയ്യും. ചെന്നൈ പാലക്കാടിന് വേണ്ടി എത്ര നേരം പിടിച്ചിട്ടേ വണ്ടി ഇതിലായിട്ട് വന്നിട്ടില്ല, ഇപ്പോൾ വരത്തേ ഉള്ളൂ. ഈ വണ്ടി വരാൻ വേണ്ടി ഈ സാധനം ഇവിടെ 1/2 മണിക്കൂർ ഇപ്പോൾ പിടിച്ചിട്ടേക്കുന്നത്. 1/2 മണിക്കൂറേ. നമ്മൾ 7 മണിക്ക് മുന്നേ ഇവിടെ എത്തിയതല്ലേ. ഇപ്പോൾ സമയത്രയായി? ഇപ്പോൾ 7:22. അയ്യോ, എനിക്ക് തോന്നി അവിടെ നിന്നും ക്രോസിങ് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും ഇവിടെ ക്രോസിങ് കൊടുത്തേക്കുന്നവർ. എനിക്ക് ട്രിവാൻഡ്രം ടു മധുരൈ തത്കാലിനായത് 450 രൂപയാണ്. ഞാൻ പറഞ്ഞത് തത്കാലാണ് എടുത്തത്. തത്കാലം വളരെ സിമ്പിളായിരുന്നു. ഞാൻ 11 മണിക്കൊന്നും അല്ല എടുത്തത്, 11:05 11:10 ചുമ്മാ നോക്കിയപ്പോൾ അവൈലബിൾ 72 സീറ്റ്. വെറുതെ ഇടത അങ്ങനെ എടുത്തത് കേട്ടോ. ദയവായിരുന്നു ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് കണ്ട. അപ്പോൾ ഈ സാമാനം വരാൻ വേണ്ടിയാണ് ഇവിടെ ഇത്രയും നേരം പിടിച്ചിട്ട്. വിജയവാഡ ഷെഡിൻ്റെ ഒരു WP4 ലോക്കമാണ്. എനിക്ക് ചെന്നൈ ഭാഗത്തു നിന്നുള്ളവർക്ക് പളനി വരാനും ഒരു അടിപൊളി വണ്ടിയാണ് ഈ ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ്. ഞാൻ ഈ വണ്ടിയിൽ ഇതുവരെയായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. ഒരു ദിവസം ചെയ്യാൻ കേട്ടോ. ചെന്നൈന് ചെയ്യാം.
ചെന്നൈയിൽ നിന്ന് കയറി പാലക്കാട് വരുന്നതായിട്ട് ചെയ്യാം. നമ്മൾ ഈ ഉള്ളതൊക്കെ മധുരൈ ഡിവിഷനാണ് കേട്ടോ. പൊള്ളാച്ചിയൊക്കെ പാലക്കാടല്ലാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം മധുരൈ ഡിവിഷനാണ്. ഇനി ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് ഒട്ടാനചത്രം എന്നൊരു സ്റ്റേഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഡിണ്ടിക്കൽ കഴിഞ്ഞാൽ പിന്നെ മധുരൈ. ഈ പളനി സ്റ്റേഷനിൽ ഒട്ടുമിക്ക എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ സ്റ്റോളുകളുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഈ റൂട്ട് വഴി വരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. കഴിഞ്ഞ വന്നപ്പോൾ ഇതേപോലെ ഇവിടെ നിന്ന് തിരുച്ചെന്തൂർ പോകാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് ഷോർട്ട് ടെർമിനേറ്റ് ആയി ഡിണ്ടിക്കൽ വരെ. ഇന്ന് കണ്ട് ഞാൻ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് തൂത്തുക്കുടി പോകാൻ വേണ്ടി വഞ്ചിമണിയേച്ചി സ്റ്റേഷനിൽ ഇറങ്ങണം. അപ്പോൾ അവിടെ ഇറങ്ങാൻ വേണ്ടി മറ്റേ ചെന്നൈക്കുമോർ ഗുരുവായൂരിന് ബുക്ക് ചെയ്തായിരുന്നു. അത് ഇന്ന് ക്യാൻസൽ പോയി. അതെന്തും വരത്തില്ല. അതൊന്നും അവിടെ ചെന്നൈക്കുമോറിലെങ്ങാണ്ട് പാലത്തിനവിടെങ്ങാണ്ട് വെള്ളം ഡേഞ്ചറസ് ലെവലാന്ന് പറഞ്ഞ് കുറേ വണ്ടിക്ക് ക്യാൻസൽ ചെയ്തു. മറ്റേ നാഗർകോവിൽ വന്ദേ ഭാരതൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്തു. എന്തോ പറയാതെ നോക്കുക. അപ്പം ഞാൻ മിക്കവാറും വൈകിട്ട് ഉച്ച കഴിഞ്ഞിട്ട് 2:45 ഒരു വണ്ടി ഉണ്ട്, ഒരു കോയമ്പത്തൂർ നാഗർകോവിൽ എന്ന് പറഞ്ഞാൽ. അതിന് കയറി പോകേണ്ടി വരും. ഞാൻ കുറച്ച് താമസിച്ച് പോയാൽ മതി എന്ന് ചിരിക്കുകയാണ്, പക്ഷേ ഇത് നേരത്തെ പോകേണ്ടി വരും. നമ്മളിപ്പോൾ ഏറ്റവും പുറകിലാണ് കേട്ടോ. നേരത്തെ നമ്മൾ മുന്നിലല്ലായിരുന്നോ. പിന്നെ പാലക്കാട് വെച്ച് തന്നെ ലോക്കോ റിവേഴ്സിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഏറ്റവും ബാക്കിലായി. നമ്മളവിടെ ക്രോസിങ്ങിന് കിടന്ന് നമ്മുടെ ഡിലേ ഇപ്പോൾ ഏകദേശം 47 മിനിറ്റാണ്. പക്ഷേ മധുര നമ്മൾ ബിഫോർ ടൈം എത്തും. കാരണം ഈ ഒട്ടാനചത്രം എന്ന സ്റ്റേഷനും ഡിണ്ടിക്കൽ ജംഗ്ഷൻ നമ്മൾ ടൈം നോക്കിയാൽ 513 കിലോമീറ്റർ, 545 കിലോമീറ്റർ, 1 മണിക്കൂർ 5 മിനിറ്റ് കൊടുത്തേക്കുന്നത്. അത്രയും എക്സ്ട്രാ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിണ്ടിക്കലും മധുരയും അത് ഇതേപോലെ കുറേ ടൈം എടുത്തിട്ടുണ്ട്. പാരസൈറ്റ് ട്രെയിൻ പറയുന്നത് 9:45 എത്തുമെന്നാണ്. എങ്ങും പിടിച്ചില്ലെങ്കിൽ നമ്മൾ 9:45 തന്നെ എത്തും. ഡിണ്ടിക്കൽ എത്തുന്നതിന് നമ്മൾ സ്റ്റോപ്പാണ് ഈ ഒട്ടാനചത്രം എന്ന് പറയുന്നത്. ചെറിയൊരു ടൗണാന്ന് തോന്നുന്നു കേട്ടോ. ടൗണാണോ ഗ്രാമമാണോ? ടൗണാന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഡിണ്ടിക്കൽ ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 8:20. ഇനി ഇവിടെ നിന്നൊരു 1 മണിക്കൂർ വേണ്ട മധുര എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ കരൂർക്കും പിന്നെ ഈ ട്രിച്ചിക്കൊക്കെ ലൈൻ തിരിയുന്നത്. അപ്പോൾ ഇതൊരു മെയിൻ സ്റ്റേഷനാണ് ഡിണ്ടിക്കൽ എന്ന് പറയുന്നത്. അന്ന് ഓർമ്മ ഉണ്ടെന്ന് അറിയത്തില്ല, ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അന്ന് മറ്റേ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിന് വന്നിട്ട് ഡിണ്ടിക്കൽ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് മറ്റേ തലപ്പാക്കറ്റ് ബിരിയാണിയും പിന്നെ ഇവിടുത്തെ ഒരു കോട്ടയുണ്ട്, ആ കോട്ടയുടെ മുകളിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോയത് തിരിച്ച്. അത് ഓർമ്മയുണ്ടോ അറിയത്തില്ല. ഞാൻ ഈ വ്ളോഗിങ് തുടങ്ങിയ ടൈമിൽ ഇവിടെ വന്നായിരുന്നു. ആ ടൈമിൽ എടുത്തൊരു വീഡിയോ അത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലൈനുകളൊക്കെ ഇല്ല, ആ ലൈനുകളാണ് ഈ രണ്ട് വരുന്നത് കേട്ടോ. ഈ വരുന്ന ലൈൻസാണ്. അപ്പോൾ ഈ ലൈൻസ് എല്ലാം കൂടെ മേർജ് ചെയ്യുന്ന ഈ ഒരു ഡിണ്ടിക്കൽ ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. ഇതിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. എനിക്ക് അപ്പുറത്തൊരു ചേട്ടൻ ഇരിപ്പുണ്ട്. ഇവിടെ ആരും ഇല്ല കേട്ടോ.
വണ്ടി ഫുള്ള് കാലി. നോക്ക്, ഒറ്റ മനുഷ്യല്ല. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് മധുരയ്ക്കൊന്നും ആരും ഈ വണ്ടിയിൽ പോകാറില്ല കേട്ടോ. അതിപ്പോൾ എന്തായാലും മനസ്സിലായി, കാരണം ഒത്തിരി ദൂരം ഉണ്ടല്ലോ. ഇത് നമ്മുടെ റൂട്ടിലേക്ക് പോകുന്നൊരു വണ്ടിയാണ്. ഇവിടെ ക്രോസിങ്ങിന് കിടന്ന മധുരൈ കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് കേട്ടോ. ഇത് മധുരയിൽ നിന്ന് കോയമ്പത്തൂർക്ക് പോകുന്നൊരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഈ വണ്ടിയാണ് ഈ കോയമ്പത്തൂർന്ന് കണ്ണൂർക്ക് പോകുന്നത് കേട്ടോ. കോയമ്പത്തൂർ, കണ്ണൂര്, പിന്നെ കണ്ണൂർ, മംഗലാപുരം, അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. ഇത് ബോധിനായക്കന്നൂർ മധുര വരും. മധുരയിൽ നിന്ന് കോയമ്പത്തൂര്, കോയമ്പത്തൂരിൽ നിന്ന് കണ്ണൂര്, കണ്ണൂർ, മംഗലാപുരം, അങ്ങനെയാണ് ഈ ഒരു ട്രെയിനിൽ ലിങ്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോക്കോയും എനിക്ക് തോന്നുന്നു സെയിം ലോക്കോ ആയിരിക്കും മിക്കവാറും, അങ്ങ് മംഗലാപുരം വരെ. അങ്ങനെ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ലോക്കോയും സെയിം ആയിരിക്കുന്നു. പല അവിടെ കണ്ടപ്പോഴും ഈ സെയിം ലോക്കോ ആണ് ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നത്. ഇവിടുന്ന് ലോക്കോ തന്നെയാണ് മംഗലാപുരം വരെ ചെല്ലുന്നത്. നമ്മളെ ഒരു വണ്ടി തേണ്ട ഓവർടേക്ക് അടിക്കുവാണല്ലോ. അതേ മറ്റേ ട്രിച്ചി ഇന്റർസിറ്റി ആണ് കേട്ടോ. ട്രിച്ചി തിരുവനന്തപുരം ഇന്റർസിറ്റി, അത് വേണ്ട ഓവർടേക്ക് അടിക്കുക വേണ്ട. അതിനിവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അതിനി കയറിപ്പോയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. കൊള്ളാം, നൈസ്. ഇതൊരു കിടിലൻ വണ്ടി കേട്ടോ, ട്രിച്ചി തിരുവനന്തപുരം ഇന്റർസിറ്റി. ഇതാണ് ഈ മറ്റേ ഗുരുവായൂർ ഇന്റർസിറ്റി ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ വണ്ടി ഇനി ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം റേഞ്ചിൽ ഇത് ട്രിവാൻഡ്രം എത്തും. എന്നിട്ട് വൈകിട്ട് അവിടെ നിന്ന് ഗുരുവായൂർ ഇന്റർസിറ്റി ആയിട്ട് പോകും. അപ്പോൾ ഇപ്പോഴത്തെ എന്തായാലും വിടത്തില്ല, കാരണം ആ ഇന്റർസിറ്റി ഇവിടെ നിന്ന് പോയിട്ടേ നമ്മളെ വിടത്തുള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട് നോക്കാം, ഒന്നും പ്രശ്നമില്ല. 10 മണിക്കെങ്കിൽ എത്തിയാൽ മതിയല്ലോ. ഇപ്പം 8:30 ആയതേ ഉള്ളൂ. എന്നാൽ ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന ടൈം ഇഷ്ടംപോലെ ടൈം കൊടുത്തേക്കുന്നത്. എന്തോ ടൈമാ ഇത്! മധുര 10 മണി, അതിന് മുമ്പേ എത്തിക്കേ വണ്ടി. പക്ഷേ ടൈം അത്രയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇഡ്ഡലി, പൊങ്കൽ, വട. ഇവിടെ ഫുഡെല്ലാം നല്ല കേട്ടോ, റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്നതെല്ലാം. ഞാൻ അവിടെ നിന്ന് പളനിയിൽ മേടിച്ച പൊങ്കലും നല്ലതായിരുന്നു. തമിഴ്നാടായതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ല ഫുഡ് കിട്ടും. നമ്മുടെ ഈ കോച്ചിൽ ഈ സൈഡ് അപ്പറിൽ കിടക്കുവാണെങ്കിലും ഇതേപോലെ ചാർജിങ് പോയിൻ്റ് ഉണ്ട് കേട്ടോ. ചാർജിങ് പോയിൻ്റ്, ബോട്ടിൽ ഹോൾഡറൊക്കെ ഉണ്ട്. അതെന്തെങ്കിലും കൊള്ളാം. എല്ലാ സൈഡ് അപ്പറിലും ഉണ്ട്. അപ്പർ പുറത്തിലില്ല, ഈ ഒരു ഭാഗത്തേ ഉള്ളൂ. അപ്പർ പുറത്തിലുണ്ട് കേട്ടോ, ഉണ്ട്. അയ്യോ, ഉണ്ട് അപ്പർ പുറത്തിലുണ്ട്. അത് കൊള്ളാം. അങ്ങനെ എല്ലാ കോച്ചിലും അങ്ങനെ കണ്ടിട്ടില്ല. ഇതിൻ്റെ ജനറലൊന്നും ആരും ഇല്ല കേട്ടോ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വണ്ടി കാലിയായ ശരിക്കും പറഞ്ഞാൽ. പാലക്കാടായപ്പോഴത്തേന് വണ്ടി ഓൾമോസ്റ്റ് 12-15 കാലിയായി. 8:52 ആയപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിണ്ടിക്കലിന് പുറപ്പെട്ടെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഡബിൾ ലൈനാണ്. നമ്മൾ ഇത്രയും നേരം വന്നത് പാലക്കാട് നിന്ന് ടിണ്ടിക്കൽ വരെ വന്നതെല്ലാം സിംഗിൾ ലൈനായിരുന്നു. ഇനി ഒരു ഡബിൾ ലൈനാണ്. നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടൈക്കനാൽ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണേ. അപ്പോൾ ഈ കൊടൈക്കനാൽ പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങിയാൽ മതിയാവും. പക്ഷേ ഇവിടെ നിന്ന് എന്നാലും ദൂരമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് 2 മണിക്കൂറുണ്ട്, 78 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കും കൊടൈക്കനാൽ റോഡ് എന്ന് പേര് കൊടുത്തേക്കുന്നത്. സമയം 9:42. നമ്മളങ്ങനെ മധുരൈ ജംഗ്ഷനിലേക്ക് അടുക്കാറായിട്ടുണ്ട്. കൂടൽ നഗർ എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. അത് കഴിഞ്ഞ് വൈഗൈ നദി കടന്നിട്ടാണ് നമ്മൾ മധുരയിലേക്ക് കയറുന്നത്. പോരെ ചെങ്കോട്ടയിൽ നിന്ന് ഈറോഡിലേക്കൊരു എക്സ്പ്രസ് വേ ഉണ്ട്, ഫുള്ള് ജനറൽ മാത്രമുള്ള. ആ വണ്ടിയാണ് പോയത് കേട്ടോ. ഇതാണ് വൈഗൈ നദി കേട്ടോ. വൈഗൈ നദിയിൽ വെള്ളമൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളമുള്ളൂ. ഒരു സൈഡിൽ കൂടെ കുറച്ച് ഒഴുകുന്നുണ്ട്. ഈ വൈഗൈ നദിയുടെ തൊട്ടടുത്താണ് മധുരൈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 9:53 ആയപ്പോൾ അതുകൊണ്ട് ഇവിടെ മധുരൈ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ 7 മിനിറ്റ് ബിഫോർ ടൈം. ഞാൻ പറഞ്ഞില്ല, അത് എങ്ങനെ പോയാലും ഇവിടെ എത്ര റേറ്റ് ആയാലും ഇവിടെ ഓൺ ടൈം എത്തും. അതാണ് ഇതിൻ്റെ ടൈം, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ അമൃത എക്സ്പ്രസ്സിൽ ആദ്യമായിട്ട് 10-20 യാത്ര നടത്തി.
അങ്ങനെ അമൃത നമ്മളെ കേരളത്തിലെ ഒട്ടുമിക്ക വണ്ടികൾ ഇപ്പോൾ എല്ലാം കവർ ചെയ്ത് വരികയാണ്. ഇനിയുള്ളത് ഏതാ? ഇനിയുണ്ട്, കുറേ വണ്ടികളുണ്ട് ഇനിയും ഫേമസ് ആയിട്ടുള്ള ഓവർനൈറ്റ് വണ്ടികൾ. അപ്പം നമ്മൾ അമൃതയിൽ എന്തായാലും കവർ ചെയ്ത് മധുര വരെ കൊള്ളാം. ആരും ഇല്ലായിരുന്നു, പാലക്കാട് വരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം ഈ ഒരു വണ്ടിയിൽ യാത്രക്കാർ കേട്ടോ. പാലക്കാട് കുറേ പേര് കൊല്ലം കൂടെ ഇറങ്ങി, പിന്നെ ഇങ്ങോട്ട് കാലിയായിരുന്നു വണ്ടി. ഇവിടെ ഈ മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ് ഫുള്ള് പൊളിച്ചിട്ടേക്കും കേട്ടോ, ഇവിടെ പണി നടക്കുന്ന പറഞ്ഞേ. അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെയിറ്റിംഗ് ഹോളും സംഭവങ്ങളെല്ലാം എന്താണ്ട് നേരെ കാണുന്ന അവിടെ എന്തോ ഒരു കെട്ടിടത്തിലുണ്ടെന്നും പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര വലിയ സെറ്റപ്പാട്ടോ, നോക്കി അടിപൊളി. അതായത് പടുത കഴിയുമ്പോൾ സെറ്റ് ആയിരിക്കും നോക്കിയോ. അപ്പോൾ അമൃത എക്സ്പ്രസിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചിന്തിക്കുന്നു. ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്നതെല്ലാം കുറച്ച് ഷോർട്ട് വീഡിയോസാണ്, ആദ്യം ലെങ്ത് നമ്മൾ കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും കയറി ഇവിടെ ഉള്ള ലോഡ്ജിൽ കയറി ഫ്രഷ് ആയിട്ട് വേണം ഇനി അമ്പലത്തിൽ നിന്ന് പോയിട്ട് തൂത്തുക്കുടിക്കാണ് നമുക്ക് ഇനി പോകേണ്ടത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഇവിടുന്ന് തൂത്തുക്കുടിക്ക് പോകുന്നതാണ്. തൂത്തുക്കുടിക്ക് നമ്മൾ 2 വണ്ടിക്കാണ് പോകുന്നത്, 2 വണ്ടി മാറിക്കാരാണ് പോകുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പാലരുവി എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ്. ഭയങ്കര ശബ്ദം ഇവിടെ മൊത്തം വണ്ടികളായതുകൊണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. അടുത്ത ദിവസം കാണാം. ബൈ.